എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രുദ്രാക്ഷം ഉപാസന മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കർക്കിടകം രാശിയെ പറ്റിയാണ്. കർക്കിടകം രാശിക്ക് വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ചും വ്യാഴത്തിനെ കുറിച്ച് പറയുമ്പോൾ വ്യാഴം അതിചാരി അവസ്ഥയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ അതിചാരി അവസ്ഥയെന്ന് പറയുമ്പോൾ തന്നെ വ്യാഴത്തിന് സഞ്ചാരപാത അതിൻ്റെ വേഗത കൂടിയ കാലമാണ്. ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ 30 ഡിഗ്രിയിൽ സഞ്ചരിക്കേണ്ട വ്യാഴം 5-6 മാസം കൊണ്ട് ഒരു സഞ്ചാരപാത പൂർത്തീകരിക്കുന്ന ഒരു നിലയിലാണ് വ്യാഴത്തിൻ്റെ അതിചാരി വേഗത ഇപ്പോഴും. അപ്പോൾ അതിചാരി അവസ്ഥയിൽ പോകുന്നത് ഗ്രഹങ്ങൾക്ക് 3 വിധത്തിലുള്ള സഞ്ചാരം ഉണ്ട്. സാമാന്യഗതി, മന്ദഗതി, അതിചാരി ഗതി. അങ്ങനെ 3 അവസ്ഥയാണ്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കാൻ വ്യാഴത്തിന് 30 ഡിഗ്രി ആണ് ശരിയായ കാലത്ത് അതിചാരി അല്ലാത്ത സമയത്ത് എടുക്കുക. എന്നാൽ അതേ ഗ്രഹം ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കുന്നുവെങ്കിൽ ഗ്രഹം വക്രഗതിയിലാണെന്ന് നമ്മൾ പറയും. അഥവാ ഗ്രഹം ഒരു വർഷത്തിന് പകരം അതിൽ കുറവായി മാത്രമാണ് 5-6 മാസം കൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകാൻ ഉള്ള സമയം എടുക്കുന്നെങ്കിൽ ആ ഗ്രഹം അതിചാരി അവസ്ഥയിലാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നത്. ഇതിൽ ഗുണവും ദോഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുണം എന്നാൽ ഫലം കൊണ്ട് സാധിക്കാനിരിക്കുന്ന, ഗുരുവിൻ്റെ ഫലം കൊണ്ട് സാധിക്കാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിവേഗത്തിൽ നമുക്ക് നടന്നു കിട്ടാനുള്ള യോഗം വന്നു ചേരും. അതാണ് അതിചാരി അവസ്ഥയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ. അത് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് പുറത്തു പോകാനുള്ള യോഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തപ്പെടും. ഇനിയും വ്യാഴം അങ്ങനെയല്ലാത്ത സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഈ 12 രാശിക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം കർക്കിടക രാശിക്ക് നല്ല ഫലം പെട്ടെന്ന് വരുവാനുള്ള യോഗം ഉണ്ടെങ്കിൽ മറ്റുള്ള രാശിക്കാർക്ക് നമ്മൾ വേണ്ടാത്ത ചിന്തകളിലൊക്കെ ചെന്ന് പെട്ട് നമ്മൾ വേണ്ടാത്ത ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അവിടെ ചെന്ന് വിട്ടിട്ട് നമുക്ക് ദോഷങ്ങളും കടങ്ങളും വേണ്ടാത്ത യാത്രകളും ഒക്കെ ഈ അതിചാരി സമയത്ത് മറ്റ് 11 രാശിക്കാർക്കും വരാനുള്ള യോഗം പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ അതിചാരി സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന് വിപത്തുകൾ, ആപത്തുകളൊക്കെ വന്നു ഭവിച്ചിട്ടുള്ളത് ഈ അതിചാരി സമയത്താണ് വ്യാഴത്തിൻ്റെ. ഉദാഹരണമായിട്ട് നമ്മൾ കോവിഡ് എടുത്താൽ, പ്രളയം എടുത്താൽ, ഭൂമി കുലുക്കങ്ങൾ, ഇതെല്ലാം വ്യാഴത്തിൻ്റെ അതിചാരി സമയത്താണ് ഈ ദോഷങ്ങളെല്ലാം വന്നു ഭവിച്ചിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ കൂടുതൽ പറയുന്നത്? ശ്രീകൃഷ്ണൻ്റെ അവതാരം പോലും, ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണൻ അവതരിച്ചതുപോലും വ്യാഴത്തിൻ്റെ അതിചാരി കാലത്താണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം പോലും നടന്നത്. അപ്പോൾ ഇതെല്ലാം അതിചാരി അവസ്ഥയിൽ വന്നു ഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ലോകത്ത് ഭൂമിയിൽ അല്ലെങ്കിൽ പാപങ്ങൾ കൂടുതൽ ഏറി വരുന്ന സമയമാകുമ്പോഴാണ് വ്യാഴം അതിചാരി അവസ്ഥയിൽ വരുന്നതെന്നും വിനീശ്വരന്മാർ പറയുന്നുണ്ട്. അതിൽ അതിചാരി അവസ്ഥയിൽ 12 രാശിക്കാരെയും ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാതകം, ഗ്രഹനില നോക്കിയിട്ടാണ് അതിനെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ഒരു ജാതകത്തിൽ സ്വന്തം രാശിയിലോ ഉച്ചസ്ഥായിയിലോ കേന്ദ്രഭാവത്തിലോ സ്ഥിതി ചെയ്യുകയോ സമന്മാരുമായി യോഗം ചെയ്യുകയോ നിൽക്കുകയോ ചെയ്യുന്ന രാശിക്കാർക്ക് ഗുണഫലം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്.
ശുഭസ്ഥാനസ്ഥിതനല്ലാത്തവർക്ക് ദോഷഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെയുള്ള രാശിക്കാർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയോ എടുത്തുചാട്ടമോ വാഗ്വാദങ്ങൾ, കലഹങ്ങൾ എന്നിവയ്ക്കൊക്കെ അവസരം ഉണ്ടാക്കും. ഗുരു മെയ് മാസം 15 മുതൽ 18 ഒക്ടോബർ വരെയാണ് മിഥുനൻ രാശി സ്ഥിതനായിട്ട് നിൽക്കുക. ആകയാൽ കർക്കിടക രാശിക്കാർക്ക് 12ാം ഭാവമായി വന്നതിനാലും ചിലവ് കൂടുതൽ ഭവിക്കാനുള്ള കാലമായി നമുക്ക് സങ്കല്പിക്കണം, അങ്ങനെ നമുക്ക് കരുതണം. എന്നാൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഈ 12-ൽ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടികൾ, അതായത് ഗുരുവിന് 5, 7, 9 എന്നീ ഭാവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന ഭാവങ്ങൾ. അപ്പം ഗുരുവിൻ്റെ 5, 7, 9 എന്നീ രാശികളിൽ വരുന്നത് കൊണ്ട് ആ ഭാഗങ്ങൾക്കെല്ലാം, അതായത് അപ്പം നമ്മൾ കർക്കിടകത്തിനെ കൊണ്ട് നമ്മുടെ രാശിയാവുന്ന അല്ലെങ്കിൽ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5ാം ഭാവത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി കർക്കിടക രാശിക്കാർക്ക് 4ാം ഭാവമായിട്ടാണ് വരുന്നത്. 4ാം ഭാവം മാതാവാണ്, ഭൂമിയാണ്, ഇരിപ്പിടമാണ്, ഗ്രഹമാണ്, വാഹനമാണ്. അപ്പോൾ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 4ാം ഭാവത്തിൽ ഫലങ്ങൾ വരാനുള്ള യോഗം നമുക്ക് കാണുന്നുണ്ട്. 4ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം. അപ്പം ഈ അതിചാരി സമയമായതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം കുറച്ച് സ്പീഡായിട്ട്, കുറച്ച് വേഗതയിൽ നടന്നു കിട്ടാനുള്ള യോഗം കൂടി പറയുന്നുണ്ട് ജ്യോതിഷം. 7ാം ഭാവം എന്ന് പറയുമ്പോൾ ദാമ്പത്യഭാവമാണ്, ബിസിനസ്സാണ്. അപ്പം ദാമ്പത്യഭാവം, അതായത് ദമ്പതികൾ തമ്മിൽ സ്നേഹിക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെയുള്ള യോഗം, പിന്നെ ബിസിനസ്സിൽ പോകാനുള്ള യോഗം, ഉന്നതിയിലെത്താനുള്ള കാലം, ഇതൊക്കെ 7ാം ഭാവത്തിനെ കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ 7ാം ഭാവം കൊണ്ട് നമ്മൾ 7, 9, 12 ഈ ഭാവം നമ്മൾ വിദേശയാത്രയെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്, ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരും. അപ്പം 9ാം ഭാവം എന്ന് പറയുന്നത് 8ാം ഭാവമായിട്ട് വരും. കർക്കിടക രാശിയുടെ 8ാം ഭാവമായിട്ട് വരുമ്പോൾ അത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമായിട്ട് വരുന്നുണ്ട്. അപ്പം മുക്തി ലഭിക്കുന്ന സമയമായിട്ടും വരും. ശാരീരിക അസുഖങ്ങൾക്ക് ശമനം, പരിഹാരം ലഭിക്കുന്നതായിട്ട് വരും. ശത്രുക്കളുടെ ശല്യം കുറയും, ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അനുഭവം വരും. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി കുംഭം രാശിയിൽ വരുന്നതോടൊപ്പം കർക്കിടക രാശിക്ക് 8ാം ഭാഗമാകിയാൽ ആധ്യാത്മിക ഭാവം, മോക്ഷഭാവം, ധർമ്മഭാവം എന്നിങ്ങനെ ആണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അത് ഭഗവാനുമായിട്ട്, ഈശ്വരനുമായിട്ട് നേരിട്ട് ബന്ധം വന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് മോക്ഷം വരുന്നതിനുള്ള വഴികൾ തുറക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാലമായിട്ട് വരും. 18 ഒക്ടോബർ മുതൽ 5 ഡിസംബർ വരെ ഗുരു കർക്കിടക രാശി സ്ഥിതനായി ഉച്ചസ്ഥിതനായും നിലകൊള്ളുന്ന സമയമാണ്. അത് 2 മാസക്കാലമാണ്. ആ സമയത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കർക്കിടക രാശിക്കാർക്ക് ഷുഗർ, ഡയബറ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള ഈ കൊഴുപ്പ്, ആഹാരം മുഖേനയുള്ള രോഗങ്ങൾ, ദുരിതങ്ങൾ, അതിനൊക്കെയുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതറിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കണം. 2 മാസക്കാലം ഗുരുവിൻ്റെ ദൃഷ്ടി 5ലേക്ക്, 7ലേക്ക്, 9ലേക്ക് വന്നു ഭവിക്കുന്നത് കൊണ്ട് ഗുണഫലങ്ങളും വന്നു ഭവിക്കാം. അത് സ്നേഹം, നമുക്ക് സന്താനഭാഗ്യം എന്നിവയ്ക്ക് യോഗം, ദാമ്പത്യ ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾക്ക് ശമനം, വിവാഹഭാഗ്യം, ബിസിനസ്സിൽ ഉന്നതി, ഉയർച്ച, ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനുള്ള അവസരം, പാർട്ട്ണർഷിപ്പിനുള്ള സാധ്യത, വീണ്ടും വിചാരത്തോടുകൂടി മാത്രം ചെയ്യുക,
9ാം ഭാവ ദൃഷ്ടി കാരണം ഭാഗ്യത്തിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. പിതാവിൻ്റെ അനുഗ്രഹം ഭാഗ്യം കടാക്ഷിക്കുന്ന സമയം. നമുക്ക് ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിവയ്ക്കൊക്കെ സാധ്യത ആ സമയത്ത് കൂടുതൽ കാണുന്നുണ്ട്. എന്നാൽ 5 ഡിസംബറിന് ഗുരു തിരികെ മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതോടുകൂടി ഗുരു വീണ്ടും ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പം ഈ വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി നമ്മൾ പറയുമ്പോൾ ഇതിന് പരിഹാരം കൂടി നമ്മുടെ ലാൽ കിതാബിലൊക്കെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ഇതിന് പരിഹാരാർത്ഥമായി നമ്മുടെ ഗ്രഹത്തിൽ ഒരു മൺകുടത്തിൽ ശുദ്ധജലം എടുത്തിട്ട് ഗംഗാജലം ചേർത്ത് ഗ്രഹത്തിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥിരമായി വയ്ക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ ഗുണം നമുക്ക് അനുഭവത്തിൽ വരാൻ വേണ്ടി അത് നല്ല കാര്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്പുപാത്രത്തിൽ ജലമെടുത്ത് ഗംഗാജലം ഒഴിച്ച് മഞ്ഞ തുണി കൊണ്ട് അടച്ച് പൂജാമുറിയിൽ സ്ഥിരമായി വയ്ക്കുന്നതും ഇതിന് നമുക്ക് ഗുണഫലങ്ങൾ ഭഗവാൻ തരുമെന്നാണ് ലാൽ കിതാബിലൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ വിശദീകരിച്ചത് വ്യാഴത്തിൻ്റെ അതിചാരി അവസ്ഥയെപ്പറ്റിയാണ്. എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹരിയും നന്ദി, നമസ്കാരം.